ഹലോ എവറി വൺ, ടേസ്റ്റ് ഓഫ് മാവേലിക്കരയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈഡ് അച്ചാറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെറുതായിട്ടരിഞ്ഞ പാവയ്ക്ക കഴുകി വെള്ളം വാലാനായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെള്ളം എല്ലാം തോർന്ന പാവയ്ക്ക നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഫ്രൈ ചെയ്യണം. ഇത് നമ്മൾ സൺഫ്ലവറിലാണ് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കാണ്. കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്ത് പാവയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും എന്തൊക്കെ പൊടി വേണമെന്ന് പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കായം, ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളിവെള്ളമുണ്ട്. അതായത് നമ്മുടെ വാളം പുളിയുടെ ജ്യൂസാണ്, അതിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ശർക്കര മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം. ഒരുപാടങ്ങ് കരിയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂത്ത് കിട്ടിയ ആ പൊടിയിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പുളിയുടെ ആ ജ്യൂസാണ്. ഈ പുളിയിൽ നമുക്ക് ചിലപ്പം കുരുവോ നാരോ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊരു അരിപ്പ് കൊണ്ടത് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഇത്രയും ചേർക്കുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു അത്യാവശ്യം ആ പാവയ്ക്കയുടെ ഒരു കയ്പ്പൊക്കെ മാറിക്കിട്ടും. അല്ലെങ്കിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പം തന്നെ പാവയ്ക്കയുടെ കയ്പ്പ് ഏകദേശം നമുക്ക് മാറും. പിന്നെ ഇത് നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്ന ആണ് ഈ പുളിയുടെ ഒരു ജ്യൂസ്. അപ്പോൾ അതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് ശർക്കര ഇടാം. ശർക്കരയും നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. അതായത് ആ ഒരു മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം. നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴാണ് നമ്മൾ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. നല്ല തിളച്ച് അതിൻ്റെ ഒരു ഓയിലൊക്കെ നല്ല തെളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പാവയ്ക്ക ഇടാം. പാവയ്ക്കയും ആ ഒരു കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് നമ്മളിതിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്യും. തീ നമുക്കിനിയും വേണ്ട. തീ ഓൾറെഡി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് തിളച്ച് നല്ല മൂത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാവയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും ഒക്കെ നോക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തപ്പോഴേ അതിന് അങ്ങനെ പാവയ്ക്കയുടെ കയ്പൊന്നും ഇല്ലായിരുന്നു. നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നന്നായിട്ട് എല്ലാ വശത്തും ആ ഒരു മസാല എല്ലാം പിടിച്ചിട്ട് ഓക്കെ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഫ്രൈഡ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.